വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ കേന്ദ്ര ന്യൂനപക്ഷ കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക് आप एक काम करते हैं, देखो मुसलमानों को ठीक कर रहा हूं, दूसरी तरफ महंगाई बढ़ रही है, नुकसान हिंदुओं का। 94 लाख करोड़ रुपए शेयर बाजार में डूब रहा है, नुकसान हिंदुओं का। 11 लाख बच्चे स्कूलों से बाहर निकल गए, नुकसान हिंदुओं का। तो मुसलमानों का को ठीक करने के नाम पर आप नुकसान देश के करोड़ों हिंदुओं का भी कर रहे हैं। इसलिए ये सब बातें करके देश में आप नफरत फैला के ये सब झगड़े फसाद के काम मत कीजिए। और अंत में आपसे एक ही बात कहना चाहता हूं, अभी भी वो मौका है इस बिल को जो गैर संवैधानिक है, जो बाबा साहब के संविधान के खिलाफ है, इसको वापस लीजिए। धन्यवाद। श्री संजय सिंह जी को मैं जवाब देना चाहता हूं, सबका जवाब देंगे, लेकिन समस्या ये है, माननीय मंत्री जी को हस्तक्षेप करने का अधिकार है। जब मैं व्हेन आई रिप्लाई टू एवरीबॉडी, प्लीज मैं सबको जवाब दूंगा। मैं सिर्फ इतना ही कह रहा हूं कि संजय सिंह इतना तर्कहीन बात करते हैं, जवाब देने के लिए जगह भी नहीं है, पॉइंटलेस बात करता है, बिल से संबंधित नहीं, इधर उधर का बात करता है। पॉइंट में बात कीजिए, मैं जवाब दूंगा बाद में। श्री येरम वेंकट सुब्बा रेड्डी, श्री येरम वेंकट सुब्बा रेड्डी। Sir, I would like to thank you for giving me the opportunity to participate in a very crucial legislation that is having potential to change the fate and faith of course of our Muslim brothers and sisters. We are very citizens of the country, faith and I mean to say faith on the institution of Parliament and Constitution of India, sir. Concerns of Muslim community and the constitutional violations, sir. Sir, let us not forget the voice of countless Muslims across India represented by bodies like All India Muslim Personal Law Board and Jamaat-e-Islami Hindi, who have expressed their deep concerns. Their pleas, however, have not met with indifference. This bill does not address their grievances. Instead, it threatens to undermine the constitutional property rights of Muslims and interfere in religious affairs, thus violating freedoms that are sacred to our democracy. Andhra Pradesh alone is home to over 50 lakh Muslims, sir. Yet the Telugudesam government has failed in its duty to safeguard the interests and endorsing a bill that disregards the sanctity of work properties. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ഇപ്പോൾ നിലവിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 8 മണിക്കൂറാകും ചർച്ച നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്യസഭ കടന്നാൽ ബില്ലിന് പാർലമെന്റിൽ അംഗീകാരം, തുടർന്നാകും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക. മറ്റ് വിശദാംശങ്ങൾ. രോഹിണി, രാജ്യസഭയിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച പുരോഗമിക്കുകയാണ്. 1 മണിയോട് കൂടിയാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ ബില്ല് രാജ്യസഭയിലും അവതരിപ്പിച്ചത്. രാജ്യസഭയിൽ ബില്ല് മേശപ്പുറത്ത് വെച്ച മന്ത്രി ബില്ലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി വ്യക്തമാക്കുകയുണ്ടായി. വിശദമായ പഠനം ബില്ല് തയ്യാറാക്കുന്നതിന് മുൻപ് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ടും ഒപ്പം വഖഫ് ബോർഡുകളുമായി ബന്ധപ്പെട്ടും ന്യൂനപക്ഷ കമ്മീഷൻ, സാധാരണക്കാരായ ആളുകൾ, മുസ്ലിം മത നേതാക്കൾ ഇവരുമായെല്ലാം കൂടിയാലോചനകളും ചർച്ചകളും നടത്തി വിശദമായ പഠനം നടത്തിയിട്ടുണ്ട്. തുടർന്ന് JPCയും ഈ ബില്ല് വിശദമായി പരിശോധിച്ചു. അത്തരത്തിൽ വളരെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ചരിത്രപരമായ വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ബോർഡുകൾ വനിതകളെ ഉൾപ്പെടുത്തുന്നതിനുമെല്ലാം തന്നെ UPA ഭരണകാലത്ത് സച്ചാർ കമ്മിറ്റി നിർദ്ദേശം നൽകിയിരുന്നു. മുൻ സർക്കാരുകൾ പൂർത്തീകരിക്കാത്ത ജോലികൾ നിലവിൽ മോദി സർക്കാർ നിറവേറ്റുകയാണ് എന്ന പ്രഖ്യാപനമാണ് രാജ്യസഭയിൽ കിരൺ റിജിജു നടത്തിയിട്ടുള്ളത്. ഒപ്പം മുനമ്പൻ ജനതയുടെ സമരം ഈ രാജ്യസഭയിലും കഴിഞ്ഞ ദിവസം ലോക്സഭയിലും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ന് രാജ്യസഭയിലും മുനമ്പൻ ജനതയുടെ സമരവും വഖഫ് ബോർഡിന്റെ അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ എടുത്തു പറയുകയുണ്ട്. അത്തരത്തിൽ ബില്ലിന്റെ വിശദാംശങ്ങൾ ആദ്യം കിരൺ റിജിജു വിശദീകരിച്ചു. പിന്നീട് ആരംഭിച്ചിട്ടുള്ള ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്
ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയുണ്ടായി. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വഖഫ് ബോർഡിൽ അല്ലെങ്കിൽ വഖഫ് നിയമത്തിൽ നിലവിൽ കൊണ്ടുവരുന്ന ഏറ്റവും നിർണായകമായ ഭേദഗതി നേരത്തെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിയമ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വഖഫ് ട്രൈബ്യൂണൽ അന്തിമ വിധി പ്രസ്താവം നടത്തിയാൽ പിന്നീട് ഉയർന്ന കോടതികളിലേക്കോ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെയോ സമീപിക്കാനും അതിൻ്റെ നിയമ പോരാട്ടം നടത്തുന്നതിനുമുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. എന്നാൽ പുതിയ നിയമ ഭേദഗതിയിലൂടെ വഖഫ് ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും നീതി ഉറപ്പാക്കാനും ഈ വിഷയത്തിൽ വ്യവഹാരം നടത്തുന്നവർക്ക് സാധിക്കും എന്നാണ് ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടാതെ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാജ്യസഭയിൽ സംസാരിക്കുന്നുണ്ട്. അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് ഓരോ കക്ഷികൾക്കും കൃത്യമായ സമയം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് 8 മണിക്കൂറാണ് ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. എന്തായാലും അതിൽ കൂടുതൽ സമയത്തിലേക്ക് ചർച്ച നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ലോക്സഭയിലും 8 മണിക്കൂറായിരുന്നു ചർച്ച നിശ്ചയിച്ചത്. പക്ഷേ പുലർച്ചെ 2 മണി വരെ നീളുന്ന ചർച്ച നമ്മൾ കണ്ടു. 14 മണിക്കൂറിലധികം ലോക്സഭയിൽ ചർച്ച നീണ്ടു നിന്നിരുന്നു. ലോക്സഭയെ അപേക്ഷിച്ച് രാജ്യസഭയിൽ അംഗങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ 8 മണിക്കൂർ എന്നുള്ളത് കുറച്ചുകൂടി സമയം നീളുമെങ്കിലും രാത്രി 9-10 മണിക്കുള്ളിൽ തന്നെ രാജ്യസഭയിലും ബില്ല് ചർച്ച പൂർത്തിയാക്കി വോട്ടിനിടും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ സ്ഥിതിയിൽ 118 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കുന്നതിനായി വേണ്ടത്. 125 അംഗങ്ങളുടെ പിന്തുണ NDAയ്ക്കുണ്ട്. അതുകൊണ്ട് ബില്ല് പാസ്സാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDAയും കേന്ദ്ര സർക്കാരും ഉള്ളത്. രാജ്യസഭ ഇന്ന് ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പാർലമെന്റ് ബില്ലിന് അംഗീകാരം നൽകും. കാരണം ഇന്നലെ ലോക്സഭ പാസ്സാക്കിയിരുന്നു. പാർലമെന്റ് അംഗീകാരം നൽകിയാൽ പിന്നീട് തുടർന്ന് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കാണ് വിടുക. രാഷ്ട്രപതി ഒപ്പുവെച്ചതിന് ശേഷമായിരിക്കും ബില്ല് നിയമമായി മാറുക. തുടർന്ന് വിജ്ഞാപനം പുറത്തിറക്കി ഈ നിയമ ഭേദഗതികൾ രാജ്യത്ത് നടപ്പാക്കും. അതൊരു ചരിത്രപരമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരുന്നു. ആ പ്രഖ്യാപനം തന്നെയാണ് ബില്ലിലെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ന് കിരൺ റിജിജുവും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം ധർമ്മേന്ദ്ര പ്രധാനും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്യസഭയിലും ഇന്നലെ ലോക്സഭയിൽ BJPയുടെ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും വഖഫ് അധികാരം ഉന്നയിക്കുന്നതിനും വഖഫ് നൽകുന്നതിനും കൃത്യമായ രേഖകൾ വേണമെന്ന കർശന നിബന്ധന കൊണ്ടുവരികയും വഖഫ് ട്രൈബ്യൂണലിന്റെ അന്തിമ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവസരം തുടങ്ങി നിർണായകമായ ഭേദഗതികളാണ് 1995 വഖഫ് നിയമത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. രോഹിണി. ശരി ജിഷ്ണു. വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.